ഹായ്, വെൽക്കം ബാക്ക് ടു അനദർ തേനീച്ച വീഡിയോ. ഇന്ന് വലിയ തേനീച്ചേൻ്റെ തേനെടുക്കണമെങ്കിൽ ഞാൻ നോക്കാം. ഈ പറമ്പിൽ എത്ര പെട്ടിയുണ്ട്? 31 പെട്ടിയുണ്ട്. ഇത് തെങ്ങും തോട്ടം, കശുമാവ്, റബ്ബർ, അങ്ങനത്തെ ഒരു ഏരിയ ആണ്. പിന്നെ അവിടെ കണ്ടു കഴിഞ്ഞാൽ മലകൾ, ഫോറസ്റ്റ്, കൊട്ടിയൂർ റിസർവ് ഫോറസ്റ്റ്. ഗൈസ്, ഇവിടെ തേനീച്ചപ്പെട്ടി തുറക്കുകയാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ലാസ്റ്റുള്ള വലിയ ചേമ്പറിലാണ് തേനീച്ചേൻ്റെ കൂട്. അതിന് മേലുള്ള 2 ചേമ്പറിൽ ജസ്റ്റ് വാക്സും ഹണിയും മാത്രമാണ്. തേൻ കൊണ്ടുവന്ന് വെക്കുന്ന ഈ ചെറിയ 2 തേനീച്ചേൻ്റെ കൂടെ താഴെയാണ്. തേനീച്ചനെ കാണുന്നില്ലേ? തേനീച്ചേൻ്റെ തേനെടുക്കുന്ന സീസണാണ്. തേനീച്ചയ്ക്ക് നല്ല ഗ്രോത്തുള്ള സീസണാണ്. അപ്പം നിറച്ച് ഈച്ച ഉണ്ടാവും, പെട്ടി നിറച്ച്. എന്താണ് ടോപ്പ് വ്യൂ. അപ്പച്ചൻ അടിയിലത്തെ അറ ഇവിടെ തുറന്നിട്ടുണ്ട്. അപ്പം അതിലെന്താ ഉള്ളതെന്ന് നോക്കാം. എന്താ അടിയിൽ കാണുന്നത്? എന്താ അത്? ആണീച്ചയുടെ ലാർവ. ആണീച്ചയുടെ മുട്ട. അത് മുറിച്ചിട്ട് ആണ് മേലേക്ക് കെട്ടി കൊടുക്കുന്നത്. ഇത് മുറിച്ചിട്ടാണ്, അത് കട്ടാക്കിയിട്ടാണ് തേൻ വെക്കാൻ വേണ്ടി. ഇത് കട്ട് ചെയ്യുമ്പോൾ 1 ഇഞ്ച് നിർത്തിയിട്ടാണ് ഞങ്ങൾ കട്ട് ചെയ്യുന്നത്. എങ്കിൽ പെട്ടെന്ന് അട വീണ്ടും കെട്ടിക്കയറും. ഇപ്പോൾ 2 സൈഡിലും ഞങ്ങൾ ചെത്തി വൃത്തിയാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് പണിയെടുത്ത് ഈച്ച പാഞ്ഞ് കയറി വരാൻ വേണ്ടി. ഇത് പെണ്ണീച്ചയാണ്. ആണീച്ച ഉണ്ട്, ഓർമ്മ ഇതാ നടക്കുന്നത്. ഇതാണ് ആണീച്ച. മടിയനീച്ച എന്ന് പറയും. മടിയനീച്ചൻ്റെ മുട്ട നമ്മൾ കട്ട് ചെയ്ത് കളയും. ഈ അടയെടുത്ത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മേലെ തേൻ നിറയ്ക്കാനായിട്ട് ഇട്ട് കൊടുക്കുക. വെളുത്ത് കാണുന്നത് മടിയനീച്ചൻ്റെ മുട്ട. അത് തട്ടി കളഞ്ഞിട്ട് വെള്ളം അടിച്ച് കളയുന്നു. ഈ ലാർവേനെ ഞങ്ങൾ ഇങ്ങനെ വെള്ളം അടിച്ച് തെറിപ്പിച്ച് കളയും. വെള്ളം അടിച്ച് കളയുന്നതെല്ലാം ലാർവയെ തെറിപ്പിച്ച് കളയും. ഈച്ചയ്ക്ക് പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. തേൻകാലമായി, ഇനി ഫാസ്റ്റായിട്ട് ചെയ്താലേ പെട്ടെന്ന് തേൻ കിട്ടുള്ളൂ. കാരണം ഇവിടെ തേനായിട്ടുണ്ട്. അടയ്ക്ക് ഉടവ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ മെഷീനിൽ വെള്ളം സ്പ്രേ ചെയ്തിട്ട് എടുത്ത് കളയുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ അടയ്ക്ക് ഉടവ് തട്ടിപ്പോവും. ഇതാണ് ഒട്ടും ഉടവ് തട്ടില്ല. ലാർവകളെല്ലാം പുറത്ത് പോവുകയും ചെയ്യും. ഈച്ചയ്ക്ക് ഡ്യൂട്ടി എളുപ്പമാവും. ഇതിപ്പോൾ നേരത്തെ ചാടിച്ച് കളഞ്ഞ മടിയനീച്ചൻ്റെ മുട്ടകളാണ്. വീട്ടിൽ കൊണ്ടുപോയി കോഴി കൊടുക്കാൻ. ആടുകൾ തിരിച്ചു കൊണ്ടുവന്ന് തേൻ നിറയ്ക്കുന്ന ചേമ്പറിൽ വെച്ച്. തേൻ നിറയ്ക്കുന്ന ചേമ്പറിന് എന്താ പറയുക, സൂപ്പർ. ഈ പെട്ടിയിൽ തേനായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്ന് മുറിച്ച് വെച്ച അട അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും ഈച്ച സെറ്റ് ചെയ്ത് ഇതിൽ തേൻ നിറച്ച് തുടങ്ങും. അടുത്ത ആഴ്ച മുതൽ ചിലപ്പോൾ തേനെടുക്കാൻ പറ്റിയേക്കാം. ഇതിപ്പോൾ കണ്ട പോലെ കഴിഞ്ഞ ആഴ്ച കെട്ടിവെച്ച ഹണി ചേമ്പറാണ്. അതുപോലെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അവർ ഫുള്ളിങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലും കുറച്ച് മുട്ടകളുണ്ട്. ആണീച്ചൻ്റെ മുട്ടകളുണ്ട്. ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം കെട്ടി വെച്ചതിൻ്റെ റബ്ബർ ബാൻഡാണ് ഇരിക്കുന്നത്. തന്നെ അതിൽ നിൽക്കാൻ പറ്റുന്ന ആയിക്കഴിഞ്ഞാൽ നമ്മൾ റബ്ബർ ബാൻഡ് കട്ട് ചെയ്ത് കളയും. ഇപ്പോൾ ചെയ്യുന്നത്. റബ്ബർ ബാൻഡ് ഒഴിവാക്കി. എനിക്ക് തേനീച്ച അലർജിയാണ് ഗൈസ്.
ഇത് കഴിഞ്ഞ ആഴ്ച ഇട്ട് കൊടുത്ത തേനടയാണ്, കെട്ടാൻ വേണ്ടി തേനട. ഇത്രയൊക്കെ അത് ഡെവലപ്പ് ചെയ്തു. കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചത്തെ കാണിച്ചു കൊടുക്കും. കഴിഞ്ഞതിന് മുമ്പത്തെ ആഴ്ചത്തെ ഒരു കാര്യം ഫ്രെയിം നിറച്ച് തേനാണ് ഗൈസ്. ഇത് ഒരു ഇതിങ്ങനെ 4 തട്ട് 5 തട്ട് വരെ തേൻ്റെ ലഭ്യത അനുസരിച്ച് 5 തട്ട്. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഇതിപ്പോൾ 3ാമത്തെ തട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്രകാരം 4, 5 തട്ട് വരെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് 5 തട്ട് 6 തട്ട് വരെ എത്ര തട്ട് വേണമെങ്കിലും വെക്കാം. ഈച്ചയുടെ അളവും തേൻ്റെ ലഭ്യത അനുസരിച്ചാണ് ഇത് ചെയ്യുന്നത്. ഇതിലെന്താ നോക്കുന്നത്? ഇതിൻ്റെ അകത്ത് നിന്ന് മുറിച്ച് മേലേക്ക് കെട്ടി. അടുത്ത് പോവാം. ഈ ഒരു തേനട നോക്കുന്നത് കഴിഞ്ഞാണ്. ഇതാണ് മുറിച്ചിട്ട് അങ്ങോട്ട് കയറ്റി കൊടുത്തത്. ഇവിടെ നോക്കുന്ന സെല്ലുണ്ടോയെന്നാണ് നോക്കുന്നത്. കാരണം ഈ ഈച്ച നല്ലോണം ഡെവലപ്പായ ഈച്ചയാണ്. തേൻ ഒരു സ്റ്റെപ്പ് തേൻ വരെ ആക്കിയതാണ്. മിക്കവാറും സെറ്റ് പിരിയാൻ സാധ്യത കാണിച്ച് ഇവിടെ സെല്ല് കിട്ടും. അപ്പോൾ ഇത് സെല്ലുണ്ടോ നോക്കി. ഈ പുതിയ അടയിൽ സെല്ലില്ലെങ്കിൽ പിന്നെ ബാക്കി അടകളിൽ സെല്ലുണ്ടാവില്ല. ഈച്ച കൊത്തുന്നുണ്ട്. സെല്ല് കെട്ടി ഏതെങ്കിലും പെട്ടി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പെട്ടി ഞങ്ങൾ നോക്കുന്നത് ഈ സെല്ലുണ്ടോ നോക്കി. ഈ സെല്ല് കെട്ടി കഴിഞ്ഞാൽ ഈച്ച സെറ്റ് പിരിഞ്ഞു പോകും, കൂട് വിട്ടു പോകും. പകുതി ഈച്ചോളം കൂട് വിട്ടു പോകും. അപ്പോൾ അത് നോക്കിയിട്ടാണ് ഒരേ പെട്ടി തുറന്ന് അടിയിൽ നിന്ന് ഒരേ അട ഇതുപോലത്തെ ഫ്രെയിം നോക്കുന്നത്. അപ്പോൾ അതാണ് സെല്ല് കണ്ടിരിക്കുന്നത്. ഈ സെല്ലിൻ്റെ അകത്താണ് റോയൽ ജെല്ലി. ഇപ്പോൾ ആൾക്കാർ ചോദിക്കും റോയൽ ജെല്ലി അവിടെ കിട്ടും. ഇത് റോയൽ ജെല്ലി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിങ്ങനെ അടയ്ക്കാത്ത ഒരു ഇതിൻ്റെ ഇതാണ് അതിൻ്റെ ലാർവ. ഇത് റാണി ആവാൻ വേണ്ടി ലാർവ വെച്ചിരിക്കുന്നു. അതിനുശേഷം ഞാൻ ഈ കത്തിയുടെ തലയിൽ പൊക്കുന്ന ഈ കത്തിത്തലയിൽ ഞാൻ പൊക്കിയെടുത്ത ഇതാണ് റോയൽ ജെല്ലി. ഇതാണ് ഒരു ഗ്രാമിന് 1000 രൂപയൊക്കെ വിലയുണ്ടെന്നൊക്കെ പറയുന്ന രാജകീയമായ ഭക്ഷണം. അത് കയ്യിൽ വെക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇതാണ് ജെല്ല്, റോയൽ ജെല്ല്. എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇത് ഈ സൈഡ്. ഇതെന്തിനാ? തേനീച്ചയ്ക്ക് എന്തിനാ? തേനീച്ച റാണിക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന റോയൽ ജെല്ലിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതൊരു 1 ഗ്രാം കിട്ടാൻ ഇത്രേ ഉള്ളൂ. അത് 2 സെല്ലിൽ നിന്ന് എടുത്തു. ഒരു സൂപ്പർ ഇതെന്നാണ് സാധനം. സൂപ്പർ എന്നാണ് റോയൽ ജെല്ലി മുറിച്ചെടുത്തത്. അടുത്തത് ഞാൻ 2 എണ്ണം കാലിട്ടിട്ടുണ്ടായിരുന്നു. അടുത്തത് ഇത്ര ആക്കി കെട്ടിയിട്ടുണ്ട്. ഇത് മുഴുവൻ ആണീച്ചയുടെ മുട്ടയ്ക്കുള്ള പൊത്താണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒഴിവാക്കിയിട്ട് ഈ ഈച്ച ഞാൻ ഒഴിവാക്കിയിട്ട് അത് ഞാൻ മുറിച്ച് മാറ്റുവാണ്. കാരണം ഈ പെട്ടി എന്ന് ഞങ്ങൾ നോക്കാൻ തുടങ്ങി അന്ന് മുതൽ ആണീച്ചയുടെ മുട്ട ഇടുന്നത്. പുതിയ റാണിയാണ്, ഫ്രഷ് റാണിയാണ്. പക്ഷേ സെല്ല് കെട്ടുന്നതിന് യാതൊരു കുറവുമില്ല. ഇതാ ഈ പടിയിൽ നിന്ന് ഇത് മൊത്തം മുറിച്ച് മാറ്റുകയാണ്. ഇത് ഡെവലപ്മെൻറ്റ് ഇല്ലാത്ത പെട്ടിയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മളിട്ട് കൊടുത്തത് ഇപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഈച്ച വളരെ കുറവാണ് ഈ പെട്ടിക്കകത്ത്. ഇത് നന്നായിട്ട് ഡെവലപ്പായി പെട്ടിയാണ്. അതുകൊണ്ട് ഇത് നിറയെ ഈച്ചയുണ്ട്. നമ്മൾ ഇട്ട് കൊടുത്ത അട അത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എത്തിയിട്ടുണ്ട്. ഇനിയപ്പോൾ ഇതിന് പുതിയൊരെണ്ണം കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേൻ നിറച്ച ഒരടിയിൽ നിന്ന് തേൻ എടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. മുന്നേ നമ്മൾ കെട്ടിക്കൊടുത്ത് ഡെവലപ്പായൊരു പെട്ടിയാണിത്. മുഴുവൻ സീൽ ചെയ്ത നല്ല ഫുള്ളായിട്ട് സീൽ ചെയ്ത് ഫുള്ള് തേനാക്കി വെച്ചിരിക്കുന്ന ഒരടയാണിത്. ഇതുപോലത്തെ 4 അടയാണ് ഒരു പെട്ടിയിലുള്ളത്. ഇത് കാണിച്ചിങ്ങോട്ട് കാണിച്ച്. ഇത് 4 ഫ്രെയിമിലാണ് തേനുള്ളത്. ഇത് അടുത്ത ഫ്രെയിമിൽ കാണിച്ചു തരുവാണ്. ഇത് അടുത്തത്, ഇതടുത്തത്. ഇത്ര 4 ഫ്രെയിമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതാ 4ാമത്തെ ഫ്രെയിം കണ്ടോ കാണിച്ച്. ഇന്ന് ജനുവരി മാസം 31 ഈ വർഷം ആദ്യം
ആയിട്ട് തേൻ എടുക്കുന്നതാണ്. ഒരു വർഷത്തിൻ്റെ സീസണിൻ്റെ ആരംഭമാണ് ഈ കാണിക്കുന്നത്. എല്ലാ പെട്ടിയും ഇങ്ങനെ ആയിട്ടില്ല. ആദ്യം നമ്മൾ കെട്ടിക്കൊടുത്ത ചില പെട്ടികൾ ഇങ്ങനെ തേനായി. ഇതിനെ വെച്ചോണ്ടിരുന്ന കാര്യമില്ല, ഈച്ച വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈച്ചയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി നിർബന്ധമായിട്ട് ഈ തേൻ കറക്കി കൊടുക്കണം. കാരണം ഇനി കറക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല, ഫുൾ സെയിൽ ചെയ്തോണ്ടോ. ഓക്കെ, ഇത് തേൻ നിറച്ചൊരു സൂപ്പറാണ് കണ്ടോ. തേൻ നിറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ വാക്സ് വെച്ച് തന്നെ സീൽ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ സീല് പൊട്ടിച്ച് നമ്മുടെ മെഷീനിലിട്ട് കറക്കിയിട്ട് തേനെടുക്കാതെ ചെയ്യാം. ചിപ്പി ഇവിടെ സീല് പൊട്ടിക്കുന്നു. പ്രോസസ് ഓഫ് സീൽ പൊട്ടിക്കൽ. നിറച്ചത് ഇത് ഫുൾ സീല് ചെയ്ത അടയാണ്. ഇതിങ്ങനെ ചെത്തി മാറ്റും. അതിന് ശേഷമാണ് ഇത് കറക്കുന്നത്. മെഷീൻ്റെ അകത്തിട്ട് കറക്കി തേനെടുക്കും. എന്നിട്ട് തിരിച്ച് അതേപടി തന്നെ അട കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കും. രണ്ട് വശവും ഇങ്ങനെ വൃത്തിക്ക് ചെത്തിയെടുക്കണം. ഇത്രയാണ് തേനീച്ചപ്പെട്ടിയിൽ നിന്ന് തേൻ എക്സ്ട്രാക്ട് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഫോർ മോർ വീഡിയോസ്.